ഹായ്, ഭാഗവതത്തിലൊരു കുഞ്ഞു കഥ പറയാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ എന്തിനായിരിക്കും ആ കാളന്തി കുളിച്ചുകൊണ്ടിരുന്ന ഗോപികമാരുടെ വസ്ത്രമെടുത്ത് നദിക്കരയിലുള്ള കടമ്പിൻ്റെ മുകളിൽ കയറിയിരുന്നതെന്ന് എല്ലാവരും ചിന്തിക്കുന്ന കാര്യമാണ്. ഭാഗവതം വായിക്കുന്നവർക്കൊക്കെ അറിയുന്ന കാര്യമാണ്. എങ്കിലും ഞാൻ അത് അറിവില്ലാത്തവർക്ക് വേണ്ടി അല്ലെങ്കിൽ ഭാഗവതം വായിക്കാത്തവർക്ക് വേണ്ടി പറയാം. ഇതിനൊരേ ഒരു കാരണമേ ഉള്ളൂ. പുണ്യനദിയായ യമുനയെ, അതായത് കാളന്തി, യമുന തന്നെയാണ് കാളന്തി എന്ന് പറയുന്നത്, ആ നദിയെ അപമാനിച്ചു എന്നാണ്. നഗ്നരായി സ്ത്രീകൾ അല്ലെങ്കിൽ ഗോപികമാർ നഗ്നരായി നദിയിലിറങ്ങി കുളിച്ച് അത് പുണ്യനദിയായ യമുനയ്ക്ക് അപമാനമായി. അതുകൊണ്ടാണ് വസ്ത്രമെല്ലാം പിറക്കിക്കൊണ്ട് കൃഷ്ണൻ നീലക്കടമ്പിന് മുകളിൽ കയറിയിരുന്നത്. അവർ വസ്ത്രം ചോദിക്കുമ്പോൾ ഭഗവാൻ പറയും, ശരി നിങ്ങൾ വരുക, എല്ലാവരും ഓരോരുത്തരായിട്ട് വരും, അല്ലെ കൂട്ടത്തോടെ വന്നോളൂ, വസ്ത്രം തരാം. അവർ പക്ഷേ പിന്നെ നദിയെ അപമാനിച്ചതിന് നിങ്ങൾ ക്ഷമ പറഞ്ഞുകൊണ്ട് കൈതൊഴുത് പിടിച്ച് വരണമെന്ന് പറയും. അപ്പം അവർ എല്ലാവരും പരിപൂർണരായ നഗ്നരാണ്. അവരൊരു കൈ കൊണ്ട് അവരുടെ ഫ്രണ്ട് മുൻവശം തപ്പി പിടിച്ചിട്ട് മറുകൈ കൊണ്ട് ഒരു കൈ കൊണ്ട് തൊഴുതുകൊണ്ടാണ് ചെല്ലുന്നത്. അപ്പോൾ കൃഷ്ണൻ പറയും, ഒരു കൈ തൊഴാൻ ഉപയോഗിക്കുമ്പോൾ മറുകൈ വെട്ടിക്കളയണമെന്നാണ് പറയുന്നത്. ഒരു കൈ കൊണ്ട് തൊഴുന്നത് തെറ്റാണ്, അപ്പോൾ മറുകൈ വെട്ടിക്കളയണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് രണ്ട് കൈ കൊണ്ടും തൊഴണം, ഇപ്പോൾ തൊഴുത് വേണം വരാനെന്ന് പറയും. അപ്പോൾ അവർ പിന്നെ സംശയിക്കത്തില്ല. അവർ പിന്നെ പരിപൂർണ്ണ നഗ്നരായി തന്നെ ഭഗവാന്റെ മുമ്പിൽ രണ്ട് കൈയും കൂപ്പിക്കൊണ്ട് ചെല്ലും. ഭഗവാൻ വസ്ത്രം കൊടുക്കും. അവരുടെ തെറ്റവർ മനസ്സിലാക്കി തിരിച്ചു പോകും. അതുപോലെയാണ് നദിയിലായാലും ഇനിയിപ്പോൾ വീട്ടിലായാലും എവിടെയായാലും കുളിക്കുന്നത് നഗ്നരായി ആയിരിക്കരുതെന്നാണ് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ അത് ജലത്തിൻ്റെ ദേവതയായ വരുണനെ അപമാനിക്കലാണെന്നാണ് പറയുന്നത്. സമുദ്രദേവനായ വരുണനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ദാരിദ്ര്യവും ദുഃഖമൊക്കെ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല, ഒരുപാട് ധനികർ എങ്ങനെ കുളിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. അംബാനിയൊക്കെ എങ്ങനെയാണോ എന്തോ കുളിക്കുന്നത് നമുക്കറിയില്ല. പക്ഷേ ഈശ്വരൻ തരുന്ന മെസ്സേജ് അതാണ്. ഒരിക്കലും നമ്മൾ കുളിക്കുമ്പോൾ നഗ്നരായി നിന്ന് കുളിക്കരുത്. ജലദേവതയെ അപമാനിക്കരുത്. ജലത്തിൻ്റെ ദേവനായ വരുണ ഭഗവാനെ അപമാനിക്കലാണ് എന്നാണ് ഏറ്റവും വലിയ മെസ്സേജ്. ഇവർക്ക് മനസ്സിലാക്കി കൊടുത്തത് പുഴയിൽ ഇവർ നഗ്നരായി കുളിച്ചത് കൊണ്ടാണ് ഈ വസ്ത്രം കവർന്നെടുത്തതെന്നാണ് ഭഗവാൻ. അല്ലാതെ ഭഗവാൻ എന്ത് ചെയ്താലും അതിനെല്ലാം ഒരു നീതിയുണ്ട്. അതുകൊണ്ട് ഇത് ഭാഗവതത്തിലൊരു ചെറിയ കഥയാണ്. ജസ്റ്റ് ഞാനിതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഇടയ്ക്ക് നിർത്തി വെച്ചിരുന്നായിരുന്നു ഈ പറച്ചിൽ. കാരണം ഇതെൻ്റെ കഥ എന്തോ ആരും കേൾക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ അത് എനിക്ക് പിന്നെ ഭഗവാന്റെ പ്രേരണയുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഇനി പുതിയൊരു കഥ പഠിച്ചിട്ട് വരാം. ഓക്കെ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു.